നവംബർ ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ഡിസംബർ 20-ന് മുമ്പ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കണം. SIR വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും എ ഷാജഹാൻ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഇലക്ഷൻ ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണ്. ഡിസംബർ 20-ന് മുമ്പായി ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 20-ന് മുമ്പായി പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. എല്ലാവരെയും ഇലക്ടറോളിൽ ഉൾക്കൊള്ളിക്കുക, എല്ലാ വോട്ടർമാരെയും പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിലെത്തിച്ച് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുക. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും SIR ബന്ധപ്പെട്ടുമൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്? ജനുവരി 20-ന് മുൻപ് പുതിയ തദ്ദേശ ഭരണസമിതികൾ നിലവിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവംബർ ഡിസംബർ മാസങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കും. അന്തിമ വോട്ടർ പട്ടിക അധികം വൈകാതെ പ്രസിദ്ധീകരിക്കും. നിലവിൽ ഉള്ള വോട്ടർ പട്ടികയിൽ അത് പുതുക്കാൻ, അതിൽ പേരില്ലാത്ത ആളുകൾക്ക് ഒരു വട്ടം കൂടി അവസരം നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ടറൽ ഓഫീസറും അതോടൊപ്പം തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് SIR-ന്റെ വിഷയം തന്നെയാണ്. തീവ്ര ഒരു പരിഷ്കരണം വേണോ വോട്ടർ പട്ടികയിൽ, അത് എപ്പോൾ വേണം എന്നുള്ള കാര്യത്തിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞത് അടിയന്തരമായ അത്തരമൊരു നടപടിയിലേക്ക് പോകരുത്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള തീവ്ര പുനഃപരിശോധന നടത്താൻ പാടുള്ളൂ എന്നാണ്. 2002-ലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാകും അങ്ങനെ ഒരു തീവ്ര പരിശോധന ഉണ്ടാകുക. പക്ഷെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനു മുൻപ് ഈ പരിഷ്കരണം നടത്തിയിട്ടുണ്ട് എങ്കിൽ. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് അറിയിപ്പ് വരുന്നത്.